അനാദായകരം എന്ന പട്ടികയിൽപ്പെടുത്തി പൊതുവിദ്യാലയങ്ങൾ അടച്ചുപൂട്ടുന്നത് ഒഴിവാക്കാൻ കഴിഞ്ഞത് നിശ്ചയദാർഢ്യത്തോടെയുള്ള സർക്കാരിന്റെ ഇടപെടലിന്റെ ഭാഗമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. 2016 ശേഷം കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങളാണ് വന്നത്. 2016 കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വലിയ അപജയം സംഭവിച്ച കാലമായിരുന്നു. സർക്കാർ അവഗണിക്കുന്ന നിലപാട് മൂലം പൊതുവിദ്യാലയങ്ങളിൽ വലിയ ശോചനീയ അവസ്ഥ വന്നു ചേർന്നു. നമ്മുടെ നാട്ടിൽ ഉയർന്നു വന്ന അൺഎയ്ഡഡ് സ്കൂളുകൾക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും പ്രോത്സാഹനവും പിന്തുണയും ലഭിച്ചു. അക്കാലത്ത് 5 ലക്ഷം കുട്ടികളാണ് പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് കൊഴിഞ്ഞുപോയത്. പൊതുവിദ്യാഭ്യാസം അതേ രീതിയിൽ നിൽക്കുമോ എന്ന ആശങ്ക വലിയ തോതിൽ ഉയർന്നു വന്നു. അനാദായകരം എന്ന പട്ടിക തയ്യാറാക്കി അത്തരത്തിലുള്ള സ്കൂളുകൾ അടച്ചുപൂട്ടുന്ന നില വന്നു. ആ പട്ടികയിൽ 4000 സ്കൂളുകൾ ദയാവധം കാത്തുനിൽക്കുന്നുണ്ടായിരുന്നു. പൊതുവിദ്യാഭ്യാസത്തെ സ്നേഹിക്കുന്ന എല്ലാവരിലും വലിയ ആശങ്കയും മനോവേദനയും ഉണ്ടായി. ആ ഘട്ടത്തിലാണ് 2016 LDF സർക്കാർ അധികാരത്തിൽ വരുന്നത്. ആ സർക്കാർ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ സംരക്ഷണത്തിന് ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു. അങ്ങനെയാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന മിഷൻ ആരംഭിച്ചത്. നാടാകെ അതിന് പിന്നിൽ അണിനിരന്നു. വിദ്യാർത്ഥികളും അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നാടാകെ സഹകരിച്ച് ഓരോ വിദ്യാലയവും മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ മേഖലയുടെ വികസനത്തിനായി സർക്കാർ 5000 കോടി രൂപ ചിലവഴിച്ചു. അതോടൊപ്പം നാടും നാട്ടുകാരും വലിയ തോതിൽ സഹകരിക്കുകയും വലിയ പിന്തുണ നൽകുകയും ചെയ്തു. അങ്ങനെയാണ് തകർന്നു പോകുമായിരുന്ന പൊതുവിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിച്ചെടുക്കാൻ നമുക്ക് കഴിഞ്ഞത്. എന്താകുമായിരുന്നു പൊതുവിദ്യാഭ്യാസ മേഖലയുടെ സ്ഥിതി? ഈ കാണുന്ന മാറ്റങ്ങൾ അതേ രീതിയിൽ ഉണ്ടാകുമായിരുന്നു. ആ പറഞ്ഞ 4000 അതിന്റെ കൂടെ വേറെ ചില 1000 കൂടി ചേർന്നിട്ടുണ്ടാകും അടച്ചുപൂട്ടുന്ന കാര്യം. അതൊഴിവാക്കാൻ കഴിഞ്ഞത് അതൊഴിവാക്കണം എന്ന നിശ്ചയദാർഢ്യത്തോടെയുള്ള സർക്കാരിന്റെ ഇടപെടലിന്റെ ഭാഗമായി അവിടെയാണ് വ്യത്യാസം നാം കാണേണ്ടത്. ഇത് നാടിന് ആവശ്യമായ കാര്യമാണല്ലോ. ഇപ്പോ പൊതുവിദ്യാലയങ്ങൾ തകർന്നുപോയ ഒരുപാട് പ്രദേശങ്ങളുണ്ട്. പ്രദേശങ്ങൾ എന്ന് പറഞ്ഞാൽ സംസ്ഥാനങ്ങളുണ്ട് നമ്മുടെ കേരളത്തിൽ. ചിലയിടത്ത് പോയാൽ ഇവിടെ പണ്ടൊരു സ്കൂൾ ഉണ്ടായിരുന്നു എന്ന് പറയും. ആ സ്കൂൾ കാണാനുണ്ടാവില്ല. കാരണം അത് വേറെ രൂപഭേദം വന്നു. മറ്റു ചെറുതായിട്ട് തുടങ്ങി കഴിഞ്ഞു. സ്കൂളെ എവിടെയില്ല. സ്കൂൾ ഉണ്ടാകണമെങ്കിൽ അധ്യാപകരും കുട്ടികളൊക്കെ വേണമല്ലോ, അവരാരുമില്ല. അതെല്ലാം സ്വകാര്യ മേഖല കൈയടക്കുകയാണ്. പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഇല്ലാതാവും. മെല്ലെ മെല്ലെ സർക്കാർ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് വല്ലാതെ പുറകോട്ട് പോകും. അപ്പോ കുട്ടിക്ക് വിദ്യാഭ്യാസം കിട്ടിയാൽ പോലെ എന്ന് ചിന്തിച്ചാൽ മതിയോ? എല്ലാ കുട്ടികൾക്കും പഠിക്കാൻ കഴിയണ്ടേ? ഇപ്പൊ നമ്മുടെ നാട്ടിൽ എല്ലാ കുട്ടികൾക്കും പഠിക്കാൻ കഴിയുന്നു. എന്തുകൊണ്ടാണ്?